വെൽക്കം ബാക്ക് ടു എജുപോഡ്. എടാ മക്കളെ, നമ്മുടെ പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത്? യെസ്, നമ്മുടെ പ്രേം കെ സിവ ഒരു കുച്ച് നഹി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ? യെസ്, ഈ ഒരു ചാപ്റ്റർ എന്താണ്? സ്നേഹത്തെക്കുറിച്ച്, അതുപോലെ എന്താണ് മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളോട് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് സംഭവങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന എൻ്റെ മക്കൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് ആ ചോദ്യം? നോക്കിക്കേ, ഈ ഒരു ചോദ്യം ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ചോദ്യം കാണാൻ സാധിക്കും. ഏതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നോക്കിക്കേടാ, ലേഖിക ശ്യാം കോ അല്ലെ അസ്പതാൽ കെ ബാഹർ. നമ്മുടെ ലേഖിക എന്താണ്? ശ്യാം കോ ഈവനിങ് എന്ത് ചെയ്തിട്ടുണ്ട്? അസ്പതാൽ കെ ബാഹർ അല്ലെ, ആശുപത്രിക്ക് പുറത്ത് എന്ത് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നടാ? ചായ് പീനെ കെ ലിയെ ഗയാ, ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? ചായ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ചെറിയ ക്ലാസ്സിലെ ചെറിയ കപ്പിൽ ചായ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആ കടക്കാരൻ വലിയ കപ്പിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ, സന്ദർഭം എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലേ? യെസ്, ആ ഒരു സമയത്ത് ലേഖിക ഓർ ചായ് വാലെ കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. അങ്ങനെ ഈ ലേഖിക ചായ കുടിക്കാൻ പോയ സമയത്ത് ഈ ലേഖികയും അതുപോലെ ചായക്കാരനും തമ്മിലുള്ള വാർത്താലാപ്, സംഭാഷണം ഉറപ്പായിട്ടും എൻ്റെ മക്കൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം എൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേടാ? യെസ്, അപ്പൊ എന്താണ് ആ ചായ കുടിക്കാൻ പോയ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് വാരി വലിച്ചൊന്നും വേണ്ട, സിമ്പിളായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു വാർത്താലാപ് പഠിച്ചാലോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ നോക്കിക്കേ, യെസ്, ഈ രീതിയിൽ മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ലേഖിക അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ ചായ വാങ്ങാൻ പോയിട്ടുണ്ട്, നമ്മൾ പറയുന്നത് യെസ് ചായ അല്ലെങ്കിൽ കോഫി എന്ന് നമ്മൾ പറയില്ലേ? യെസ്, അതുപോലെ ലേഖിക പറയാണ് എന്താ? ഭയ്യ ചേട്ടാ ചോട്ടെ കപ്പ് മേ, ഒരു ചെറിയ കപ്പ് ചായ ദിജിയേഗ. എന്താണ്? ഒരു ചെറിയ കപ്പ് ചായ തരുമോ എന്ന് ചോദിക്കാണ്. ചായവാല ഹാജി ജരൂർ അല്ലേ. അപ്പൊ എന്ത് പറയാണ്? യെസ്, ഉറപ്പായിട്ടും തരും. പക്ഷെ ചായവാല എന്താ ചെയ്യുന്നത്? നോക്കിക്കേ, ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ആ ചായക്കാരൻ പറയല്ല, ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇടുന്നത്. ഓക്കെ, നോക്കിക്കേ, ചായവാലേനെ ബഡേ കപ്പ് മേ ചായ് ദേദി അല്ലേ. ചായവാല എന്ത് ചെയ്തു? ആ ചായക്കടക്കാരൻ ബഡേ കപ്പ് മേ, ഒരു വലിയ കപ്പിൽ എന്ത് ചെയ്തു? ചായ കൊടുത്തു അല്ലെ. ലേഖക ചെറിയ കപ്പിലാണ് ചോദിച്ചത്. നോക്കിക്കേ, ലേഖിക എന്താ പറയുന്നത്? ഭയ്യ ചേട്ടാ ചോട്ടെ കപ്പ് മേ. അപ്പൊ വീണ്ടും പറയാണ് എന്ത്? ചെറിയ കപ്പിൽ മതി ചായ. ചായവാല പീജിയേനെ ആപ്പ്. അപ്പൊ ചോദിക്കാണ് എന്താ? നിങ്ങളതങ്ങ് കുടിച്ചേക്കോ, നിങ്ങളത് കുടിച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ, ലേഖിക ശുക്രിയ അല്ലെ. ശുക്രിയ പാട്ട് കേട്ടിട്ടില്ലേ? ആ ശുക്രിയ അല്ല ഇവിടെ ഈ ശുക്രിയ. എന്താണ്? യെസ്, നന്ദി പറയാണ് കേട്ടോ. ഓക്കെ, ചായവാല കോയി അസ്പതാൽ മേ. അപ്പൊ ചായവാല ചോദിക്കാണ്, കോയി അസ്പതാൽ മേ, ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ ചോദിക്കാണ്. ഓക്കെ, അപ്പൊ ലേഖിക ചോദിക്കാ മുജിസേ. അപ്പൊ ഒരുപാട് പേരുണ്ടല്ലോ ചായക്കടയില്. അപ്പൊ ഈ ലേഖിക്ക് ഡൗട്ട്. അപ്പൊ ലേഖിക ചോദിക്കാണ്, എന്നോടാണോ നിങ്ങൾ ചോദിക്കുന്നേ? അപ്പൊ ചായവാല ഹാ യെസ്, അതെ, നിങ്ങളോടാണ് ചോദിക്കുന്നത്. ലേഖിക ഹാജി. അപ്പൊ പറയാണ് എന്താ? അതെ, ഒരാൾ അഡ്മിറ്റിലുണ്ട്. ഓക്കെ, അപ്പൊ ചായവാല മേം ആപ്കോ ഹമേഷ പഠിത്താ ഹും, ഞാൻ എപ്പോഴും നിങ്ങളെ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പറയാണ്. ലേഖിക ശുക്രിയ ലോ ചായക്കോ പൈസ. അപ്പൊ പറയാണ് എന്ത്? ഓക്കെ, എന്താണ്? ദാ ചായയുടെ പൈസ വാങ്ങിക്കും. എത്രയാണ് പൈസ എന്ന് ചോദിക്കാണ്. ചായവാല പൈസ കിസ്നെ മാങ്ക. അപ്പൊ ചോദിക്കാണ്, പൈസ പാര വാങ്ങുന്നത്? അപ്പൊ അസ്പതാൽ ജായേ, നിങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. പൈസക്ക് ബാത് മേ കരേക, നമുക്ക് പൈസയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. നിങ്ങളിപ്പോ എന്ത് ചെയ്തോളൂ? നിങ്ങളിപ്പോ ആശുപത്രിയിലേക്ക് പോയിക്കോളൂ. കാരണം ഈ സ്ത്രീയില് വലിയ കപ്പ്, അതായത് ചായ കുടിക്കാനുള്ള പൈസ ഇല്ല, അതുകൊണ്ടാണല്ലോ ചെറിയ കപ്പ് ചോദിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ചായവാല എന്ത് ചെയ്തത്? ആ വലിയ കപ്പിൽ ചായ കൊടുത്തല്ലേ. അപ്പൊ പറയാണ്, നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോളൂ, അതൊന്നും നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ലേഖിക എന്താ പറയുന്നത്? ശുക്രിയ ഫിർ മിലേലെ. യെസ്, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. ഇത്രയും മതി. അപ്പൊ ലേഖികയും ചായവാലയും തമ്മിലുള്ള വാർത്താലാപ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് പഠിക്കാട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി ചോദിച്ചോ, മിസ് അതിന് റിപ്ലൈ തരും കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഒരുപാട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. then സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തോ, കാരണം എക്സാം നമുക്ക് കളറാക്കണ്ടേ. യെസ്, അപ്പൊ എന്താണ് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പം